ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആറങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 8056999614. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഭരതന്റെ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാൻ അവസരം ലഭിച്ചില്ല. എന്നിട്ട് പോലും നടൻ സുരേഷ് ഗോപി ഭരതന്റെ ജന്മനാട്ടിൽ ഭരതന്റെ ഓർമ്മയ്ക്കായി സ്മാരകം നിർമ്മിക്കാൻ 1 കോടി രൂപ വാഗ്ദാനം നൽകി. വർഷങ്ങൾക്ക് മുമ്പ് വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ സംഘടിപ്പിച്ച ഭരതൻ സ്മൃതിയിൽ വെച്ചാണ് ഭരതന്റെ സഹധർമ്മിണി കൂടിയായ KPSC ലളിതയെ ഫോണിൽ വിളിച്ച് 1 കോടി രൂപ MP ഫണ്ടിൽ നിന്നും തരാമെന്ന് അറിയിച്ചത്. സുരേഷ് ഗോപി BJP MP ആയതിനാലാകാം വടക്കാഞ്ചേരി സ്മാരകം പണിയാൻ സ്ഥലം ലഭ്യമായില്ല. കലക്ക് രാഷ്ട്രീയമില്ലെന്ന് പറയുമെങ്കിലും ഇവിടെ കൊടിയുടെ നിറം മാറിയത് പ്രശ്നമായി. ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു ഭരതൻ. ഭരതന്റെ പേരിൽ ഒരു റോഡിന് പേരിട്ടതല്ലാതെ ഭരതന് വേണ്ടി ഒന്നും തന്നെ മാറി മാറി ഭരിച്ച ഭരണകൂടമൊന്നും ചെയ്തില്ല. തൃശ്ശൂരിൽ നിന്നും ജയിച്ച സുരേഷ് ഗോപി ഇപ്പോൾ മന്ത്രിയാണ്. കക്ഷി രാഷ്ട്രീയം നോക്കാതെ നല്ല മനസ്സോടെ പ്രവർത്തിച്ച മലയാള സിനിമയ്ക്ക് വേണ്ടി ഒട്ടേറെ സംഭാവനകൾ ചെയ്ത ഭരതന് വേണ്ടി സ്മാരകം നിർമ്മിക്കാനാകും. ഭരതനും KPSC ലളിതയും അന്ത്യവിശ്രമം കൊള്ളുന്ന എങ്കക്കാട് തന്നെ സ്മാരകം നിർമ്മിക്കുന്നത് ഉചിതമാകും. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.